ഹായ് ഫ്രണ്ട്സ്, ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല രുചികരമായ ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കീസാണിത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു കിട്ടുന്ന വിധത്തിൽ നമുക്ക് ആ ഒരു സമയം വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇനി കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഓവനൊന്നും ഉപയോഗിക്കാതെ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിയാണിത്. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് മിൽക്ക് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അതിനുശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കാഷ്യൂ നട്ട്സ് ആണ്. അത് ഇതുപോലെ വളരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ റവയുടെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ചെറിയൊരു തവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ചെറിയ ബോൾസാക്കി എടുത്ത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചെറിയ തവി കൊണ്ട് ഒന്ന് ഷേപ്പ് വരുത്താം. ഈ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ കുക്കീസ് തയ്യാറാക്കുന്നത്. ഒന്ന് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു കുക്കീസാണിത്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടാകാനായിട്ട് വയ്ക്കാം. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ കുക്കീസും ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. എങ്കിലും നല്ല ഉൾഭാഗത്തൊക്കെ നന്നായിട്ടത് മൊരിഞ്ഞ് കിട്ടത്തുള്ളൂ. നമ്മൾ ഓവനൊന്നും ഇല്ലാതെയാണ് വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് ആയതുകൊണ്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് 2-3 തവണ തിരിച്ച് മറിച്ച് വിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നല്ല രുചികരമായ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിവിടെ 2 സ്റ്റെപ്പ് ഇട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആദ്യം ഞാനിവിടെ മാറ്റി വെച്ചിരുന്ന കാഷ്യൂ നട്ട്സ് ഉണ്ട്, ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കടയിൽ നിന്നും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും വളരെ ടേസ്റ്റുള്ള കുക്കീസാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നല്ല രുചികരമായ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. താങ്ക്